ഹലോ, എന്താ ഉണ്ടാക്കുന്നത്? കളയാൻ വെച്ചേക്കുന്ന ചക്കക്കുരും വെച്ചുകൊണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ എത്ര പ്രിയപ്പെട്ടതാണെന്നറിയോ? ഇത് വെച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കലത്തിലെ ചോറും തീരുന്ന അറിയത്തില്ല, പത്തായത്തിലെ അരിയും തീരുന്ന അറിയത്തില്ല. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചക്കക്കുരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആണോ? എന്നാ ഇന്ന് ഒരു പിടി പിടിക്കണം. അതെ, അപ്പം നല്ല കുത്തരി ചോറും ചക്കക്കുരു മാങ്ങക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ കളയാൻ വെച്ചിരുന്ന ചക്കക്കുരു എല്ലാം നല്ല പൊളിച്ച് ആദ്യം നല്ലപോലെ അരിഞ്ഞെടുക്കണം. തൊലി പൊളിച്ചിട്ട് നമ്മൾ നല്ല അരിഞ്ഞെടുത്തിട്ട് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. വേവിച്ചിട്ട് നമ്മൾ ഉടച്ച് മാങ്ങയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. കറി കഴിച്ചിട്ട് അപ്പോൾ ടേസ്റ്റ് പറ. കേട്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ ചക്കക്കുരൊക്കെ നല്ല കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇടുക. അപ്പോൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് എന്തായാലും ഒരു 3 വിസിൽ അടിക്കുന്നവരെ നമുക്കൊന്ന് വയ്ക്കാം. ഞാനിവിടെ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുള്ളത്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ മാങ്ങ കഴുകി ചെറിയ പീസായിട്ട് പുളിയ ശേഷം വെള്ളത്തിലൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മാങ്ങയുടെ ഓവറായിട്ടുള്ള പുളി അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് അധികം പുളി ഇല്ലാത്ത മാങ്ങയാണ്. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് നേരെ തന്നെ കല്ലിടാനാണ് ഉദ്ദേശിക്കുന്നത്. നേരെ എങ്ങനെ വേണം മാങ്ങ പൂള ഇടാം, നീളത്തിൽ അല്ലെ ചതുരത്തിൽ, എങ്ങനെ വേണം മാങ്ങ ഇടാം. ഞാനിപ്പോൾ എൻ്റെ നീളത്തിലാണ് ഇട്ടിരിക്കുന്നത്. നീളത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് നല്ല വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ചക്കക്കുരുവിൻ്റെ ഈ വെള്ളം നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ആ വെള്ളം വേണം, അതിൻ്റെ സത്താണ് അതല്ലേ. അപ്പം വെള്ളം കളയണ്ട, ആ വെള്ളം മാറ്റി വെച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ട് നല്ലപോലെ ഉടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ ചക്കക്കുരു നല്ല ഉടച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ച വെള്ളം അങ്ങ് ഒഴിക്കാം. അപ്പം ഇനി ആ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതാവും. അപ്പോൾ നമ്മളിത് ഈ ചട്ടിയിലാണ് കറി വയ്ക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ചട്ടി എടുത്ത് വയ്ക്കുന്നു. നല്ല കുഴഞ്ഞ് നല്ല കറി പോലായിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങ ഒരു 1/4 മുറി എടുക്കാം. തേങ്ങ നൈസായി ചെറിയ പൂളാക്കിയിട്ട് അപ്പം നമ്മൾ ഈ തേങ്ങ നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങയോടൊപ്പം നമുക്ക് കുറച്ച് ജീരകം, 3 കറിവേപ്പില. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം, പെട്ടെന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ല അരഞ്ഞ് നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് കുറച്ച് ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ അങ്ങ് നമുക്കിടാം. ഓക്കെ അല്ലേ, നമ്മൾ മാങ്ങ അങ്ങിടുകയാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്, ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ ചക്കക്കുരു കറി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു തിളച്ചുകൊണ്ടിരുന്ന മാങ്ങയിലേക്ക് നമ്മൾ ഒഴിച്ചു. അപ്പോൾ അത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ചക്കക്കുരു ഏകദേശം നല്ല ഉടഞ്ഞിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് നല്ലപോലെ വറ്റണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, കറിവേപ്പില അരച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു സെമി ഗ്രേവി പോലെ ഒരു ഡ്രൈ ആയിട്ട് വരും കുറച്ചുകൂടെ. അപ്പം ഏകദേശം നല്ല എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ച് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിമുളകോ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിവിടെ കാന്താരിമുളക് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാവുന്നത്. ആ ചക്കക്കുരു കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇടുക. നമ്മുടെ കറി ഏകദേശം നല്ല ഗ്രേവി ആയിട്ടുണ്ട്, ഇട്ടില്ലേ? ഒക്കെ നല്ല വെന്തിട്ടുണ്ട്. ഈ ചക്കക്കുരു കറി നമുക്ക് ഒരു പിടി പിടിച്ചാണല്ലോ ഒരു കുടം ചോറ് തരുന്ന വഴി അറിയത്തില്ല. അപ്പൊ ചക്കക്കുരു കറി ഏകദേശം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ നമ്മുടെ പൊടിക്കൈയായ കടുക് കൂടെ പൊട്ടിച്ചിടാം. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒരു 2 സെക്കൻഡ് ഒന്ന് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇടാം അല്ലേ. നമുക്ക് കറിവേപ്പില ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഒരു 3-4 ചെറിയ ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
എരിവ് ആവശ്യമുള്ളവർക്ക് തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ കാന്താരി മുളകോ പച്ചമുളകോ അരയ്ക്കാം. അപ്പം നമുക്ക് എരിവ് കുറവ് മതിയതുകൊണ്ട് നമ്മൾ ഒരു 3 പച്ചമുളക് മാത്രമേ ഇതിനകത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കടുക് നല്ല പാകത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ടേസ്റ്റിയായ ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങക്കറി റെഡി. ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ സൂപ്പർ ടേസ്റ്റിയായ ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പപ്പടവും മുട്ട പൊരിച്ചതും പിന്നെ കുറച്ച് മാങ്ങ അച്ചാറും. ഹാവ്, ഇന്നൊരു പിടി പിടിക്കണം. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.